ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 7th ചാപ്റ്റർ എനർജി മാനേജ്മെൻറ്റ്. ഫിസിക്സിലെ 7th ചാപ്റ്ററാണ് എനർജി മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിലെ മെയിൻ പോയിൻറ്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഇതിൽ ആദ്യമായിട്ട് ഫ്യൂവൽസിനെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കാനുള്ളത്. നമുക്കറിയാം പലതരം ഇന്ധനങ്ങൾ ഫ്യൂവൽസ് നമ്മുടെ ചുറ്റുപാടുണ്ട്. നമ്മുടെ ഗാർഹിക ഉപയോഗത്തിനായി നമ്മൾ ഗ്യാസ്, വിറക് ഇതുപോലെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് ഫ്യൂവൽസായിട്ട് യൂസ് ചെയ്യുന്ന കാര്യം നമുക്കറിയാം. ദെൻ ഇതൊക്കെ നമുക്കറിയാം എനർജിയുടെ സോഴ്സസുകളാണെന്ന്. നമ്മുടെ ചുറ്റുപാടിലും ഒരുപാട് തരം എനർജികളുണ്ട്. ആ എനർജിയുടെ ഈ സോഴ്സുകളിൽ ഒരു വിഭാഗമാണ് ഫ്യൂവൽസ് എന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ്. അപ്പം ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് എനർജി, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്ന കാര്യം. അതിലൊന്നാമത്തത് ഫ്യൂവൽസാണ്. ഫ്യൂവൽസ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് റിലീസ് പ്ലെൻറ്റി ഓഫ് ഹീറ്റ് എനർജി ഓൺ ബേണിംഗ്. അതായത് ബേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരളവിൽ ഹീറ്റ് എനർജി പുറത്തുവിടാൻ പറ്റുന്ന ടൈപ്പ് സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്യൂവൽസ് എന്ന്. ഓക്കെ, ക്ലാസിഫൈ ദ സോളിഡ്സ് ഇൻ ടു ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആൻഡ് ടാബ്ലറ്റ്സ്. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള ഫ്യൂവൽസിനെ നമുക്ക് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് സോളിഡ്സ്, ഏതൊക്കെയാണ് ലിക്വിഡ്സ്, ഏതൊക്കെയാണ് ഗ്യാസ് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ദെൻ സോളിഡ്സിൽ വരുന്നതാണ് ഫയർവുഡ്, വുഡ്, ചാർക്കോൾ, കോക്ക്, ഇതൊക്കെ. അതുപോലെ ലിക്വിഡ്സിൽ വരുന്നതാണ് കെറോസിൻ, പെട്രോൾ, ഡീസൽ. ഗ്യാസിൽ വരുന്നതാണ് ബയോഗ്യാസ്, LPG, CNG, ഇതൊക്കെ. അപ്പം നമ്മുടെ ഫ്യൂവൽസ് വിവിധ സ്റ്റേറ്റ്സിൽ, അതായത് നമുക്കറിയാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറഞ്ഞാൽ വിവിധ സ്റ്റേറ്റ്സ് ഉണ്ടെന്നുള്ള അറിയാം. ആ സ്റ്റേറ്റ്സിലൊക്കെ നമുക്ക് അതിനൊക്കെ ആവശ്യമായ ആ ഫോമിലൊക്കെയുള്ള ഫ്യൂവൽസിന് എക്സാമ്പിൾസാണ് നമ്മൾ കൊടുത്തത്. അപ്പം ഇതൊക്കെ നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കണം. ഏതൊക്കെയാണ് സോളിഡ്സിൽ വരുന്നത്? ഫയർവുഡ്, വുഡ്, ചാർക്കോൾ, കോക്ക്, ഇതൊക്കെ ഇതിൽ എക്സാമ്പിളാണ്. അതുപോലെ ലിക്വിഡ് ഫോമിന് എക്സാമ്പിളാണ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കെറോസിന്, പെട്രോൾ, ഡീസൽ, ഇതൊക്കെ നമുക്ക് ലിക്വിഡ് ഫോമിന് എക്സാമ്പിളാണ്. അതുപോലെ ഗ്യാസിന് എക്സാമ്പിൾ ചെയ്യണം. അതൊക്കെ ബയോഗ്യാസ്, CNG, LPG. നമുക്കറിയാം നമ്മുടെ LPG ഒക്കെയാണ് നമ്മുടെ വീട്ടുകളിലൊക്കെ ഇപ്പം നമ്മുടെ ഇന്ധനമായിട്ട് നമ്മുടെ ഭക്ഷണം പാകം ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതാണല്ലോ പെട്രോൾ, അതുപോലെ തന്നെ ഡീസൽ, ഇതൊക്കെ നമുക്ക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ നമുക്ക് എനർജി, അതായത് ഈ ഫ്യൂവൽസ് കത്തുന്ന സമയത്ത് നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി കിട്ടുന്നുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്, അതിൻ്റെ മോട്ടോറുകളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഫയർവുഡ്, നമ്മുടെ വിറക്, നമ്മൾ പണ്ടേ കാലങ്ങളിലെ വിറക് നമ്മുടെ അടുപ്പിൽ കത്തിച്ചിട്ട് നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ ഹീറ്റൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെയായിരുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം നമുക്ക് ഇനി ഈ ഫ്യൂവൽസിൻ്റെ അടുത്തൊരു പാർട്ടിലേക്ക് കിടക്കാം. ഫ്യൂവൽസ് ബേൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ. അതായത് നമുക്കറിയാം ഈ ഫ്യൂവൽസ് എനർജി കിട്ടണമെങ്കിൽ, ഫ്യൂവൽസിൻ്റെ ഉള്ളിലുള്ള എനർജി കിട്ടണമെങ്കിൽ അത് എന്ത് ചെയ്യണം? കത്തണം. കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് കത്തിയാൽ മാത്രമേ നമുക്കതിനെ എനർജിയാക്കി മാറ്റാൻ പറ്റൂ. അപ്പോൾ ഈ കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ബേൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ സഹായത്തോടെ ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്ന ഇതിനെയാണല്ലോ നമ്മൾ ബേൺ ചെയ്യുക അല്ലെങ്കിൽ കത്തുക എന്നുള്ള വാക്ക് പറയുന്നത്. അപ്പം ഫ്യൂവൽ എങ്ങനെയും ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ എന്ത് ചെയ്യും? ഫ്യൂവൽ കത്തും. കത്തുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യും. ഈ കമ്പഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് കംപ്ലീറ്റ് കമ്പഷനാണ്, മറ്റൊന്ന് പാർഷ്യൽ കമ്പഷനാണ്. എന്താണ് ഈ കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ? കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കത്തുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. പൂർണ്ണമായും കത്തുക എന്ന് പറയുന്ന സമയത്ത് കംപ്ലീറ്റ് കമ്പഷൻ ഈസ് എ റിയാക്ഷൻ ഇൻ വിച്ച് ഫ്യൂവൽസ് റിയാക്ട് ഇൻറ്റൻസീവ്ലി വിത്ത് ഓക്സിജൻ പ്രൊഡ്യൂസിങ് കാർബൺ ഡയോക്സൈഡ്, സ്റ്റീം, ഹീറ്റ് ആൻഡ് ലൈറ്റ്. അതായത് കംപ്ലീറ്റ് കമ്പഷൻ ഈസ് എ റിയാക്ഷൻ in which fuel react intensively with oxygen and producing carbon dioxide, steam, heat and light. അതായത് നമ്മുടെ വിറകുകൾ പൂർണ്ണമായിട്ടും കത്തുകയാണ്. അതായത് എന്ത് ചെയ്യുന്നു? അത് ഇൻറ്റൻസീവ്ലി വിത്ത് ഓക്സിജൻ പ്രൊഡ്യൂസിങ് കാർബൺ ഡയോക്സൈഡ്, സ്റ്റീം, ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഇതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് പാർഷ്യൽ കമ്പഷൻ? If sufficient oxygen is not available, the rate of combustion decreases. If oxygen is not sufficient, large quantities of carbon monoxide, soot and a little of carbon dioxide will be formed. This type of burning is partial combustion. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടാതാവുന്ന സന്ദർഭങ്ങളിൽ കമ്പഷൻ്റെ അളവ് എന്ത് ചെയ്യും? കുറവായിരിക്കും. ദെൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വേണ്ട ഓക്സിജൻ വരാത്തതിനാൽ നമ്മൾ ശരിക്കും കത്തിയിട്ട് കാർബൺ ഡയോക്സൈഡ് ഒന്നും ഉണ്ടാവാതെ ഇതിലെന്താ സംഭവിക്കുക വെച്ചാൽ കാർബൺ മോണോക്സൈഡ്, സൂട്ട്, കാർബൺ ഡയോക്സൈഡ്, കുറഞ്ഞ അളവിൽ കാർബൺ ഡയോക്സൈഡൊക്കെ ഉണ്ടാകും. അപ്പം ഇവിടെ പൂർണ്ണമായിട്ടും കത്തിയിട്ട് എനർജി റിലീസ് ആവുന്നില്ല. അങ്ങനെ പൂർണ്ണമായും കത്തി എനർജി റിലീസ് ആവാതെ കാർബൺ മോണോക്സൈഡൊക്കെ ഉണ്ടാകുന്ന പോലുള്ള ഒരു പ്രവർത്തനം. അതിന് കാരണം എന്താണ്? ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണോ? ആബ്സെൻസ് അല്ല, ഇൻസഫിഷ്യൻറ്റ്. അതായത് വേണ്ടത്ര ഓക്സിജൻ ഇല്ലാത്തൊരു സാഹചര്യം.
ഇങ്ങനെ വേണ്ടത്ര അളവിൽ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർഷ്യൽ കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, what are the conditions favorable for the complete combustion of different fuels? The solid fuels must be dry. Liquid fuels must evaporate easily. The ignition temperature should be attained. Sufficient oxygen must be available for burning. അതായത് ഒരു കംപ്ലീറ്റ് കമ്പഷൻ നടക്കണമെങ്കിൽ ഓരോരോ സാഹചര്യത്തിലും ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ആവണം. എങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് കമ്പഷൻ നടക്കുകയുള്ളൂ. അതായത് ദ സോളിഡ് ഫ്യൂൽ മസ്റ്റ് ബി ഡ്രൈ. അതായത് നമ്മുടെ സോളിഡ് ഫ്യൂൽസ് ഒക്കെ ഡ്രൈ ആയിരിക്കണം. ലിക്വിഡ് ഫ്യൂൽസ് മസ്റ്റ് ബി ഇവാപ്പറേറ്റ് ഈസിലി. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ഇവാപ്പറേറ്റ് ചെയ്യണം. ദെൻ ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഷുഡ് ബി അറ്റൈൻഡ്. അതായത് ഇഗ്നീഷൻ ടെമ്പറേച്ചറിലെത്താൻ, കത്തുന്ന ടെമ്പറേച്ചറിലെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. ദെൻ സഫീഷ്യൻറ്റ് ഓക്സിജൻ മസ്റ്റ് ബി അവൈലബിൾ ഫോർ ബേണിംഗ്. നമുക്കിത് കത്താൻ ആവശ്യമായ ഓക്സിജൻ അതിൻ്റെ ചുറ്റുപാടൊക്കെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് കമ്പഷൻ നടക്കുകയുള്ളൂ. ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കംപ്ലീറ്റ് കമ്പസ്റ്റൻ? കാർബൺ മോണോക്സൈഡ് ഈസ് നോട്ട് ഫോംഡ്. അതായത് കംപ്ലീറ്റ് കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് ഒരിക്കലും കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യില്ല. മോർ ഹീറ്റ് ഈസ് ജനറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആവശ്യത്തിനനുസരിച്ചുള്ള ഹീറ്റ് അതിലുണ്ടാകുന്നു. അതായത് ഫുൾ ഇതും കത്തിയിട്ട് അതിൽ നിന്ന് ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ യാതൊരു കാരണവശാലും കാർബൺ മോണോക്സൈഡ് ഉണ്ടാവാനും പാടില്ല. മാക്സിമം എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യണം. അങ്ങനത്തെ സന്ദർഭത്തിലാണ് അത് കംപ്ലീറ്റ് കമ്പഷനായിട്ട് മാറുന്നത്. അപ്പോൾ കംപ്ലീറ്റ് കമ്പഷൻ ഉണ്ടാകണമെന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യുന്നില്ല. മോർ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ജനറേറ്റഡ്. Write down the situations and specialities for partial combustion: insufficient availability of oxygen, partial dryness, lack of facilities for removal of oxygen. അതായത് ഇവിടെ നമുക്ക് പാർഷ്യൽ കമ്പഷനാണ് നടക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ വേണ്ടത്ര ഓക്സിജൻ ഉണ്ടാവില്ല. പിന്നെയോ നമ്മൾ ഈ കത്തണ്ട അല്ലെങ്കിൽ ബേൺ ചെയ്യേണ്ട സാധനം ഒക്കെ നനഞ്ഞതായിരിക്കും. അവിടെ പാർഷ്യൽ ഡ്രൈനെസ്, വേണ്ടത്ര ഉണങ്ങിയിട്ടുണ്ടാവില്ല. ദെൻ ലാക്ക് ഓഫ് ഫെസിലിറ്റീസ് ഫോർ റിമൂവൽ ഓഫ് ഓക്സിജൻ. അപ്പം നമുക്ക് വേണ്ട രീതിയിൽ അതിൽ ഡ്രൈനെസ്സോ അല്ലെങ്കിൽ അതിനാവശ്യമായ ഓക്സിജനോ ഒക്കെ ഇല്ലാത്ത സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ദെൻ വാട്ട് ആർ ദ ഡ്രോബാക്സ് ഫോർ പാർഷ്യൽ കമ്പഷൻ? പാർഷ്യൽ കമ്പഷൻ കൊണ്ടുള്ള ഡ്രോബാക്സ് എന്തൊക്കെയാണ്? ദെൻ ലോസ് ഓഫ് ഫ്യൂവൽ, എക്കണോമിക് ലോസ്, ഫ്യൂവൽ ലോസ്, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, വേസ്റ്റേജ് ഓഫ് ടൈം, മോർ സ്മോക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതായത് പാർഷ്യൽ കമ്പഷൻ ഉണ്ടായാൽ നമുക്ക് ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കണം. അതായത് പാർഷ്യൽ കമ്പഷനാണ് നടക്കുന്നതെങ്കിൽ ലോസ് ഓഫ് ഫ്യൂവലാണ്, എക്കണോമിക് ലോസ്, അതായത് സാമ്പത്തികമായിട്ട് നമുക്ക് നഷ്ടം ഉണ്ടാകുന്നു, ഫ്യൂവൽ ലോസായി പോകുന്നു, പിന്നെ പൊല്യൂഷൻ ഉണ്ടാകുന്നു, അതുപോലെ തന്നെയോ സമയം നമുക്ക് നഷ്ടമാകുന്നു, അതുപോലെ തന്നെ കൂടുതൽ അളവിൽ പുക, സ്മോക്ക് ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ലോസ് ഓഫ് ഫ്യൂവൽ ഉണ്ടാകുന്നുണ്ട്, ഇക്കണോമിക് ലോസ് ഉണ്ടാകുന്നുണ്ട്, ഫ്യൂവൽ ലോസ് ഉണ്ടാകുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, വേസ്റ്റേജ് ഓഫ് ടൈം ഉണ്ട്, അതുപോലെ തന്നെ മോർ സ്മോക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ ഈ പാർഷ്യൽ കമ്പഷൻ ആണെങ്കിൽ. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഒരു ഫ്യൂവലിൻ്റെ ബേൺ നടക്കുന്ന സമയത്ത് അതെപ്പോഴും കംപ്ലീറ്റ് കമ്പഷൻ ആയിരിക്കണം, പാർഷ്യൽ കമ്പഷൻ ആവരുത്. നമ്മൾ വീട്ടിൽ നിന്ന് പോലും നമ്മൾ കത്തിക്കുന്ന സമയത്ത് അത് പുകഞ്ഞ് കത്തുന്ന പോലത്തെ ഒരു സാഹചര്യം ഉണ്ടാവരുത്. എങ്ങനെയായിരിക്കണം? അത് കംപ്ലീറ്റ് കമ്പഷൻ നടക്കാൻ, അതായത് ആ രൂപത്തിലുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, നമ്മൾക്കിനി എന്താണ് ഫോസിൽ ഫ്യൂൽസ് എന്ന് നോക്കാം. നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ഭൂമിക്കടിയിൽ കെട്ടുപോയ മരങ്ങളും ചെടികളും ജീവജാലങ്ങളും ഒക്കെ അടിയിൽ കെട്ടുപോയതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്നുണ്ടായിരിക്കുന്ന ഫ്യൂൽസ് ആണല്ലോ ഫോസിൽ ഫ്യൂൽസ്. ഫോസിൽ ഫ്യൂൽസ് ആർ ഫോംഡ് ബൈ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് എലിമെൻറ്റ്സ് ദാറ്റ് വെൻറ്റ് അണ്ടർ ദ എർത്ത് ക്രസ്റ്റ് മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ.
The transformation took place in the absence of air under high pressure and high temperature. Coal, petroleum and natural gas are fossil fuels. അതായത് നമ്മുടെ ഫോസിൽ ഫ്യൂൽസ് ഒരുപാടെണ്ണം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ഫോസിൽ ഫ്യൂൽസ് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഈ ചെടികളും ജന്തുക്കളൊക്കെ മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോയി, മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ. ദെൻ അത് എന്ത് ചെയ്തു, പിന്നെ ഇങ്ങനെ ഫ്യൂവലായിട്ട് മാറിയതാണ്. അവിടെ എയറില്ലായിരുന്നു, അതുപോലെ തന്നെ പ്രഷറും കൂടുതലായിരുന്നു, അതുപോലെ ഹൈ ടെമ്പറേച്ചറും കൊണ്ട് ഇവ എന്ത് ചെയ്ത് മാറി, ഇപ്പോൾ ഫ്യൂൽസ് ആയിട്ട് മാറിയതാണ്. ഇത്തരം ഫ്യൂവൽക്ക് എക്സാമ്പിളാണല്ലോ നമ്മുടെ കൽക്കരി, പെട്രോളിയം, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസൊക്കെ. നമ്മൾ പെട്രോളിയം, അതുപോലെ തന്നെ കൽക്കരിയും, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ എന്ത് ചെയ്യുന്നു ഫ്യൂവൽസ്. അപ്പം ഇതൊക്കെ എന്താണ്, ഫോസിൽ ഫ്യൂവൽസൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പണ്ട് കാലങ്ങളിൽ ഭൂമിക്കടിയിൽ പെട്ടുപോയത് കൊണ്ട് ഉണ്ടായ ഫ്യൂവൽസ് മാത്രമാണ്. ഇതിനെ നമുക്ക് വീണ്ടും വീണ്ടും റിന്യൂ ചെയ്യാൻ പറ്റാത്ത ഫ്യൂവൽസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. അതുകൊണ്ട് ഇത്തരം ഫ്യൂവൽസ് നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. വേണ്ടാത്ത കാര്യങ്ങൾക്കോ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധയില്ലാതെയൊന്നും ഇത്തരം ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിച്ച് നശിപ്പിച്ച് കളയരുത് എന്നുള്ള കാര്യവും ഓർത്ത് വെക്കേണ്ടതാണ്. നമുക്ക് അതിൽ കോൾ എന്താണെന്ന് നോക്കാം. കോൾ ഈസ് ദ മോസ്റ്റ് അബാൻഡൻറ്റ് ഫോസിൽ ഫ്യൂൽ ഓൺ ദ എർത്ത്. ദ മെയിൻ കോമ്പണൻറ്റ് ഓഫ് കോൾ ഈസ് കാർബൺ. ബേസ്ഡ് ഓൺ കാർബൺ കണ്ടൻറ്റ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 4 groups ആസ് പെർ ലിഗ്നൈറ്റ്, anthracite and bituminous coal. When coal is distilled in the absence of air, the substances obtained are ammonia, coal gas, coal tar and coke. അപ്പോൾ നമ്മൾ കോൾ എന്ന കൽക്കരി, അതായത് കോൾ ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട മെയിൻ പോയിന്റ്സ് ഇതൊക്കെയാണ്. കോൾ ഈസ് ദ മോസ്റ്റ് അബാൻഡൻറ്റ് ഫോസിൽ ഫ്യൂൽ ഓൺ എർത്ത്. The main component of coal is carbon. Based on carbon content, it is classified into 4 groups as peat, lignite, anthracite and bituminous coal. When coal is distilled in the absence of air, the substances obtained are ammonia, coal gas, coal tar and coke. കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് ഇവയൊക്കെയാണ് നമ്മൾ കോളിനെ ഡിസ്റ്റിൽ ചെയ്താൽ കിട്ടുന്നതിനുള്ള പോയിൻറ്റ്സ് ഓർത്ത് വെക്കുക. ഓക്കെ. സെക്കൻഡ് വൺ ഈസ് പെട്രോളിയം. വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോൾ. പെട്രോളിന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയാൽ കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പെട്രോളിയം ഗ്യാസ്, പെട്രോൾ, ഡീസൽ, കെറോസിൻ, നാഫ്ത, ഫ്യൂൽ ഓയിൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ഗ്രീസ്, വാക്സ്. ഇതൊക്കെയാണ് നമ്മൾ പെട്രോളിയം നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയാൽ കിട്ടുന്ന കാര്യങ്ങൾ എന്നാണ്. ദെൻ നമ്മൾ ഇനി മേക്ക് എ പോസ്റ്റർ ദാറ്റ് ഫോസിൽ ഫ്യൂൽസ് ആർ പ്രഷ്യസ് ആൻഡ് ദേ ആർ ബി യൂസ്ഡ് ജഡ്ജസ്ലി. അതായത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇത്തരം ഫോസിൽ ഫ്യൂൽസ് യൂസ് ചെയ്യാവൂ എന്നും, അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂൽസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഒരു പോസ്റ്റർ നിർമ്മിക്കാനാണ് ഇന്നത്തെ ക്ലാസ്സിൽ വർക്ക്ഷീറ്റായിട്ട് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നമ്മളെ ഫ്യൂവൽസ് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്, നമുക്ക് എനർജി തരുന്ന കാര്യങ്ങളാണ് ഫ്യൂവൽസ്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.